വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്ന് ഒരു സ്റ്റുഡിയോ ഹോൾ നോക്കാം. സ്റ്റുഡിയോ നൈറ്റ് വെയർ ഹോൾ എന്ന് പറയാം. ഹോൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, ഒരു മൂന്നെണ്ണമേ ഉള്ളൂ. യെസ്. അപ്പം ഞാൻ കുറച്ചാളുകൊണ്ട് ഇങ്ങനെ കുറച്ച് നൈറ്റ് വെയർസ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഷോർട്ട് സെറ്റ് ഉദ്ദേശിച്ചാണ് പോയത്, പക്ഷെ അവിടെ ഷോർട്ട് സെറ്റിന് ഞാൻ കയറിയത് പട്ടം സ്റ്റുഡിയോയിലാണ്. അപ്പം ഷോർട്ട് സെറ്റിന് അധികം കളക്ഷൻസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബട്ട് ഈ പൈജാമ സെറ്റ് പോലത്തെ അതിന് എന്ന് വെച്ചാൽ കുറച്ച് ലോങ് പാൻറ്റും ടീഷർട്ട് പോലെ വരുന്നതിന് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഷോർട്ട് സെറ്റ് പിന്നെ ഇനി കളക്ഷൻസ് വരുമ്പോൾ വാങ്ങാം. അതുകൊണ്ട് ഞാൻ നമ്മുടെ നോർമലായിട്ടുള്ള ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതൊരു ലോങ് വീഡിയോ ഒക്കെ ഇടാം. ഒരു കുട്ടി ലോങ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഷോർട്ട് ലോങ് വീഡിയോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. സോ ഇത് ഇപ്പം മഴത്തുള്ളി വീണിട്ട് ഇങ്ങനെ ആയി കിടക്കണതാണ്. ഞാൻ ആക്ച്വലി ഇത് വാങ്ങി വെച്ചിട്ട് 2-3 days ആയി. അപ്പം എനിക്ക് ഇന്നാണിത് ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ഇത് കിട്ടിയത്. അപ്പം നമുക്ക് ഫസ്റ്റത്തേലോട്ട് പോവാം. ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഫസ്റ്റ് വൺ. നല്ല കളറല്ലേ, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലൈറ്റ്, ഒരു എന്താ പറയാ, ഒരു പൗഡർ ബ്ലൂ പോലത്തെ ഒരു അതെ, ഒരു പൗഡർ ബ്ലൂ കളർ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇത് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഇത് വന്നിട്ട് ഒരു 3/4 സ്ലീവ് എന്ന് വേണേൽ പറയാം. ഇത്ര വരെ ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിക്കുന്നുണ്ട്, ഇത്ര വരെ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒന്നുമില്ല, ബട്ട് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇവിടെ ഉണ്ട്. ആൻഡ് നല്ല കംഫേർട്ടാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം മഴ സീസൺ ആണല്ലോ, അപ്പം മഴയത്തൊക്കെ നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ഒരു, വെയിലത്താണെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റിയൊരു ടൈപ്പ് ഇത് തന്നെയാണ്. അപ്പം ഇതാണ് വന്നിട്ട് അതിൻ്റെ ടീഷർട്ട് പോലെ വന്നിട്ട് ടോപ്പ് വെയർ വന്നിട്ട് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ലൂസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു കളർ. ഞാൻ ടോപ്പ് ആയാലും ബോട്ടം ആയാലും എടുത്തേക്കുന്നത് ലാർജ് സൈസാണ്. നമ്മൾ വീട്ടിൽ ഇടുന്നതാകുമ്പം എനിക്ക് മീഡിയം മതി, പക്ഷെ എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ ഇടുന്നതാകുമ്പോഴത്തേനും കുറച്ച് ലൂസ് കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നില്ല നല്ലതാണ്. ടൈറ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പം ഞാൻ 32 ലാർജിൽ ബോട്ടം വെയർ വരുമ്പോൾ 32 ആണ് സൈസ് വരുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ. ഓക്കെ, ഞാൻ പ്രൈസ് പറഞ്ഞില്ലല്ലേ. ഇതിന് വന്നിട്ട് 399 അയക്കുന്നത്. ഇതിന് വന്നിട്ട് 399 അയക്കുന്നത്. ടീഷർട്ട് വന്നിട്ട് ആൻഡ് പാൻറ്റ് വന്നിട്ട് 499 വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു നല്ല ബനിയൻ, എല്ലാം ഒരു ബനിയൻ ടച്ച് തന്നെയാണ്, പക്ഷേ ഇത് നല്ല ഒരു നമ്മുടെ നോർമൽ ബനിയൻ പാൻറ്റും ടീഷർട്ടും ഇല്ലേ, അതേപോലത്തെ ഒരു ഇതാണ്. ഇതും നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടില്ലേ, ഒരു ലാവൻഡർ ഷെയ്ഡാണ്, ലൈറ്റ് ലാവൻഡർ ഒരു ഷെയ്ഡാണ്. ഇതും വന്നിട്ട് ഫുൾ ലെങ്തിലുള്ള പാൻറ്റാണ്. ഇതും ഓഫ് കോഴ്സ് ലാർജ് സൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടീഷർട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ചിരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ആയിട്ടൊക്കെ തോന്നിയേക്കാം, കാരണം അത്രയ്ക്ക് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഓൾവേസ് ആൻഡ് ഫോർ എവർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എവിടെ ഇത് ക്യാമറ ഫോക്കസ് ആവില്ല, അതാ ഓൾവേസ് ആൻഡ് ഫോർ എവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും ലാർജ് സൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഒത്താണ് കേട്ടോ. ഇത് ഒത്താണ്, മീൻസ്
ബനിയനും ടീഷർട്ടൂടെ സെറ്റായിട്ട്, എല്ലാം സെറ്റായിട്ട് തന്നെ വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് രണ്ടിനും കൂടി 599 ആണ്. ഇത് രണ്ടിനും കൂടിയാണ് എവിടെ 599, രണ്ടിനും കൂടെയാണ്. ഇത് ഒത്താണ് ഇട്ടിരുന്ന ഒത്തായിരുന്നു. ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത വള്ളിയാണ്. ഓക്കെ, ഇത് വന്നിട്ട് എന്താ സെപ്പറേറ്റ് ഇതെന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ടീഷർട്ട് സെപ്പറേറ്റ് പാൻറ്റുമായിട്ട് ഇങ്ങനെ കിടന്നതാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഒത്ത് നമുക്ക് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റത്തേലോട്ട് പോവാം. ലാസ്റ്റ് വന്നിട്ട് നല്ല ഒരു ഷെയ്ഡാണ്. നല്ലൊരു എന്താ ഇപ്പോൾ ഈ കളറിന് പറയുക, എനിക്കറിയില്ല കേട്ടോ. ഈ കളറിന് ഇപ്പോൾ ഒരു ലൈറ്റ് കോഫി ബ്രൗൺ, ഓക്കെ അങ്ങനെ പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഇതാണ് കളർ. ഇതും വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് മൂന്നും നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇതും മറ്റേതുപോലെ ആ ഒരു ബ്ലൂ പോലെ സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ. ഇതിൽ ലൈക്ക് ഒരു ഫ്ലവർ പോലത്തെ പാറ്റേൺ ആണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. ഫ്ലവർ പോലത്തെ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം ഈ നൈറ്റ് വെയേഴ്സിന് മാത്രമല്ല, സ്റ്റുഡിയോയിൽ ആക്ച്വലി ഡ്രസ്സുകൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ വാഷ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും, ഏത് തുണിയായാലും നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇത് ചെയ്യുന്നത്. പക്ഷെ നൈറ്റ് വെയേഴ്സൊക്കെ ഞാൻ സ്റ്റുഡിയോന്ന് നൈറ്റ് വെയേഴ്സ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, എനിക്കിഷ്ടമാണ്. സ്റ്റുഡിയോയിലെ എല്ലാ ഡ്രസ്സും എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതും ലാർജ് സൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിനും വന്നിട്ട് 399 ആണ്. എന്താ ടീഷർട്ടിൻ്റെ 399 ആണ് വന്നേക്കുന്നത്. പാൻറ്റ് വന്നിട്ടപ്പം മറ്റേതിൻ്റെ സെയിം റേറ്റ് തന്നെ ആയിരിക്കണം. അതെ, 499 സെയിം റേറ്റ് തന്നെ. ഇതും ലാർജ് സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ലാർജ് സൈസാണ്, 32 ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് അവിടെ നിന്നപ്പോഴാണ് അമ്മ പറഞ്ഞു ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് വാങ്ങിയാലോ എന്ന്. അമ്മ അങ്ങനെ സ്റ്റുഡിയോയിലൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സ്റ്റുഡിയോയിൽ കയറുന്നത് എന്ന് തോന്നുന്നു. മിക്കപ്പോഴും ഞാനാണ് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവാറുള്ളത്, അതുകൊണ്ട് അങ്ങനെ അധികം വന്നിട്ടില്ല. അപ്പം അമ്മ അവിടെ കയറി പറഞ്ഞു ഒരുപാട് ലിപ്സ്റ്റിക്ക്, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് കാണുന്നത്, കുറേ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷൊക്കെ ഉള്ള ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ക്ലിക്ക് ഇത് നിങ്ങൾക്ക് മാർസിൻ്റെ ക്ലിക്ക് സ്റ്റിക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ വരും. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനൊരു ഷെയ്ഡ്. ഇത് അത്ര രസമുണ്ടാവില്ല ഇത് മാത്രം ഇട്ടാൽ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒരു ഇത് ചിലപ്പോൾ ലോവർ ലിപ്പിൽ ഇട്ടിട്ട് ഒരു ഇച്ചിരി ഡാർക്കായിട്ടുള്ളത് മുകളിലിട്ടിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യും. അങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് വന്നിട്ട് ഡേറ്റ് 07 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് അല്ലാണ്ടിടുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു ഐലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉപയോഗിച്ചു. എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സ്പ്രെഡ് ആവുന്നതോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ബണ്ണാണ് വാങ്ങിയത്, കുറച്ചല്ല ഒരു സെറ്റ് ബണ്ണാണ് വാങ്ങിയത്. ഇതേപോലത്തെ സെറ്റ് ബണ്ണ്, ഇതേപോലെ ബ്ലാക്ക്. ഞാനിത് അമ്മയടുത്ത് പറഞ്ഞതാണ്, ഞാൻ വീഡിയോ എടുത്തിട്ട് പൊട്ടിച്ചാൽ മതിയെന്ന്. പിന്നെ അവർക്കത് യൂസ് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ അവർ പൊട്ടിച്ചു. പിന്നെ യൂസ് ചെയ്യാനാണല്ലോ നമ്മളിത് വാങ്ങിയത്, അതുകൊണ്ട് പിന്നെ ഞാൻ ക്ഷമിച്ചു. അപ്പോൾ ഇത്രയുമാണ് സ്റ്റുഡിയോ ഹോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.